ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആയിട്ട് ഗൈസ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു സെറ്റാക്കിയതെന്ന് വെച്ചാൽ നമ്മളൊരു ലിഫ്റ്റ് ആയിരുന്നു, നമ്മളൊരു എലവേറ്റർ ആയിരുന്നു നമ്മളൊരു മോഫ് ഫാമിലേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ആ ഒരു എലവേറ്റർ നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള സെറ്റപ്പോട് ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും വീഡിയോ ചെയ്തില്ല, ജസ്റ്റ് എന്തായാലും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഓഫ് ഓൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വീടിൻ്റെ മുകളിലാട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. സോ ഗൈസ്, ഇതായിരുന്നു നമ്മൾ സെറ്റാക്കി നമ്മുടെ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം കേട്ടോ. ഇത് വളർന്നു വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാണിച്ചു തരാം. ഓ ഗൈസ്, സംഭവം എല്ലാം വളർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ എത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിപ്പോൾ സെറ്റാക്കുന്നില്ല, എന്തായാലും ഫുള്ള് വളരട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ എലവേറ്റർ കഴിഞ്ഞ ദിവസം സെറ്റാക്കിയത്. സോ പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് കൂടി റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ്. ഫസ്റ്റ് എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറാം, എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് താഴോട്ട് ഇറങ്ങുക കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുകളിലോട്ട് പോകണം, കുറച്ച് ടൈം എടുക്കും. സോ അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലെത്തിരിക്കുകയാണ്. സോ നമ്മുടെ കോബിൾ സ്റ്റോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അങ്ങ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഐറ്റംസ് നമ്മുടെ മോഫാം നല്ല രീതിക്ക് വർക്കാണ്. എൻ്റെ എക്സ്പി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ എക്സ്പിയും കാര്യങ്ങളൊക്കെ ഫുള്ള് തീർന്നായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ 23 എക്സ്പി കയറ്റിയിട്ടുണ്ട്. കണ്ടതാണ് കേസ്. നമ്മളിവിടെ നിന്നാൽ മതി, എന്നപ്പോഴും വർക്കായിക്കൊണ്ടേ ഇരിക്കും. കണ്ടില്ലേ, ഇവിടെ ക്രീപ്പറൊക്കെ സ്പോൺ ആവുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് താഴോട്ടുകൂടി ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മൾ അതിലേക്ക് കയറി നിന്നാൽ മതി. കണ്ടാ, ഞാൻ അങ്ങ് പോയിക്കോളും ഗൈസ്. സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് സ്പീഡിൽ പോകണമെങ്കിൽ ജസ്റ്റ് ഇതങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് നമുക്ക് താഴോട്ട് പോവാം. ജസ്റ്റ് നമ്മൾ സിം ചെയ്യൂലേ, അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യുന്ന പോലെ ആക്കി കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് താഴോട്ട് എത്താൻ പറ്റും. സോ കണ്ട, ഇത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡാമേജ് കൊടുക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ ഗൈസ്. കണ്ട, സംഭവം സെറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സംഭവം റെഡിയാക്കാൻ പോവാണ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാം എന്താണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ചെറിയൊരു ഫാം എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, ഒരു നമുക്ക് യൂസ്ഫുൾ ആകുന്നൊരു ഫാം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കുറേ ഫാംസും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തത് നമ്മുടെ ഒരു പിഗ് ഫാം, അതുപോലെ തന്നെ ചിക്കൻ ഫാം, അങ്ങനത്തെ ഫാമൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ കൗ ഫാം നമ്മളവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും. യെസ്, ഷീപ്പ് ഫാം. യെസ്, ഈ ഫാം പറയുമ്പോൾ ഷീപ്പ് ഫാം അല്ല. സോ നമ്മുടെ ഒരു ഷീപ്പിൽ നിന്ന് കിട്ടുന്ന വൂള് ഗൈസ്, വൂളാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഫാമിൽ നിന്ന് കിട്ടുക. ആ ഒരു സെറ്റപ്പാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്, ഒരു വൂൾ ഫാം. അതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ നമ്മുടെ ഒരു ആനിമൽസിനെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഫാംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ അവിടം വരെ സെറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു മറ്റേത് കാണുന്നുണ്ട്, നമ്മളെ ഒരു ഇതില്ലേ, മറ്റേ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ഹണീബിൻ്റെ ആ ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. ഹണി നെസ്റ്റ് അവിടെ കാണുന്നുണ്ട്. സോ അതിനെന്തെങ്കിലും പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ആ ഒരു സംഭവം അവിടെ ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫാമുണ്ട്, ഹണീൻ്റെ ഫാം സെറ്റാക്കാൻ പറ്റും. സോ ഞാൻ എന്തായാലും നോക്കിയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളായിട്ട് സെറ്റ് ചെയ്യാം. സോ ഇത് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് ഗൈസ്. സോ ചിക്കൻ നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആ മോനത് കണ്ട് നമ്മൾ എത്രത്തോളം എഫ് നിൽക്കുന്നത് അതിനനുസരിച്ച് ഇത് വർക്കാവുന്നതായിരിക്കും. കണ്ട, കുക്ക്ഡ് ചിക്കനാണ്. സോ കണ്ട, നമ്മുടെ ഫെദറും കിട്ടുന്നുണ്ട്. സോ നൈസ്, ഫെദറൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ പോർക്ക് ചോപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് എടുക്കാത്തതുകൊണ്ട് തന്നെ അത് വർക്കാവുന്നില്ല. നല്ല രീതിക്ക് ഫുഡ് കൊടുത്താലേ വർക്കാവും. അപ്പോൾ ഫസ്റ്റ് നമുക്കെന്ന് ചെയ്യേണ്ടത് ഈ ഒരു ഡേർട്ട് കണ്ടില്ലേ, ഈ ഒരു ഡേർട്ടും കാര്യങ്ങളും ഫസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫാം റെഡിയാക്കണമെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ഗ്രാസ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു മെൻഡിങ് ഉള്ള ഒരു മറ്റേ സിൽട്ടച്ച് ഉള്ള ഒരു പിക്കാക്സ് എടുത്തുകൊണ്ടായിരുന്നു. സോ ഈ സിൽട്ടച്ച് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മതി. സോ അതെടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുറച്ച് ഗ്രാസ് ബ്ലോക്ക് ആവശ്യമുണ്ട്. സോ ഒരു 16 ഗ്രാസ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത് 2 ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്. സോ ഗ്രാസ് ബ്ലോക്ക് കുറച്ച് നമുക്ക് മൈൻ ചെയ്യണം. 14 എണ്ണമാണ് വേണ്ടത്. എന്തായാലും പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, 15 എടുത്തിട്ടുണ്ട്. സോ കുഴപ്പമില്ല. സോ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് കണ്ട, നമ്മൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്യണം. നമ്മളെ ഈ ഒരു ഷവലെടുത്തിട്ട് ഫുള്ളൊന്ന് ഫസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇത്ര മതിയാവും തോന്നുന്നു.
എന്നുവെച്ചാൽ നമ്മളെ ശവല് പൊട്ടാറായിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്താൽ മിക്കവാറും നമ്മുടെ ശവല് പൊട്ടും. അപ്പോൾ ഇത്ര മതിയാവും. ഓക്കെ, നമ്മളെന്തായാലും ഇത്രയും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സോ ഇനിയും നമ്മൾ ചിലപ്പോൾ ബിൽഡും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് മിക്കവാറും നമ്മുടെ ശവല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയോട് ചെയ്യുന്നില്ല. ഇത്ര മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. സോ ഇപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് ഐറ്റംസുകൾ റെഡിയാക്കിക്കൊണ്ട് വരണം. ഇപ്പോൾ നമ്മൾ നമ്മളെ ഒരു വീട്ടിലോട്ട് പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം, ക്രാഫ്റ്റ് ചെയ്യണം. വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസുകളേ ഉള്ളൂ കേട്ടോ ഗൈസ്. കുറച്ച് പ്ലാങ്ക്സുകൾ റെഡിയാക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലാങ്ക്സ് റെഡിയാക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മളൊരു ബാംബു ഫാമിലേക്ക് പോകണം. ബാംബു ഫാം വർക്ക് ആവുന്നുണ്ടോ ഞാൻ നോക്കില്ല കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. ഓ നൈസ്, നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാമ്പും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് കുറച്ചെണ്ണം എടുത്തിട്ട് നമ്മുടെ ഒരു ബ്ലോക്ക് ഓഫ് ബാമ്പു ആക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ പൊന്നോ, നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. സ്കിന് ഇപ്പം തന്നെ വർക്കാണ്, നിങ്ങൾ സൗണ്ട് ഇട്ടില്ലേ, ഇപ്പം തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ അങ്ങ് പ്ലാങ്ക്സ് ആക്കി കൊടുക്കാം. പ്ലാങ്ക്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് പോയിട്ട് ഐറ്റംസുകൾ സെറ്റാക്കണം. അതിൽ പോയിട്ട് ഫസ്റ്റ് 2 ചെസ്റ്റ് റെഡിയാക്കണം. ഓക്കെ, 2 ചെസ്റ്റ്. ഓക്കെ, ഒരു ചെസ്റ്റ് കൂടി റെഡിയാക്കുക. എന്നിട്ട് നമ്മളെ ഒരു അയണ് വേണം. ഓ ഡാർക്ക് ഇതിനായല്ലോ. നമ്മൾ അയണിനിപ്പോൾ പോയിട്ട് നമ്മൾ അയൺ ഫാമിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരണം. ടാസ്ക് അയൺ ഗോളം മച്ചാനേ. അപ്പോൾ നമുക്ക് എന്തായാലും അയണൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അയണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടില്ലേ. ഓക്കെ, എന്തായാലും ഞാനൊരു 3 സ്റ്റാക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഒരു മൈൻകാർട്ട് റെഡിയാക്കണം. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു സംഭവം റെഡിയാക്കണം, മൈൻകാർട്ട് വിത്ത് ഹോപ്പർ. സോ ഈ ഒരു സാധനം ഒന്ന് നമുക്ക് വേണം. പിന്നെ വേണ്ടതെന്ന് പറയുമ്പം ഒരു റെയില് വേണം. റെയില് നമ്മളെടുത്തുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ് വേണം. ഗ്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡിസ്പെൻസർ കൂടി സെറ്റ് ചെയ്യാം. ഒരു ഷിയേഴ്സ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ റെഡിയാക്കാനുള്ള ഐറ്റംസുകളൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ള പരിപാടി കേട്ടോ. ഫസ്റ്റ് എന്തായാലും നമുക്ക് 2 ബ്ലോക്ക് ഇവിടെ പൊട്ടിക്കുക. 2 ചെസ്റ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ഹോപ്പർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ആ ഹോപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ഹോപ്പറിൻ്റെ മുകളിലായിട്ടൊരു റെയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ആ ഡേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗ്രാസ് ബ്ലോക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ 1 2 3 1 2 1 2 ഇത് ബ്രേക്ക് ചെയ്യാം കേട്ടോ. ചെറുതാണ്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഒബ്സർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ടൊരു കോബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യണം. നമ്മുടെ റെഡ് സ്റ്റോൺ കണക്ട് ചെയ്യാനാണ്. ഇവിടെ ആയിട്ട് റെഡ് സ്റ്റോൺ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, സെറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. സംഭവം കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒബ്സർവറിൻ്റെ മുകളിലായിട്ടൊരു ഡിസ്പെൻസർ കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ഡിസ്പെൻസർ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മുമ്പിലായിട്ട് നമ്മുടെ ഒബ്സർവറിൻ്റെ മുമ്പിലായിട്ട് ഒരു ഗ്ലാസ് ബ്ലോക്ക് കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിസ്പെൻസറിൽ നമ്മുടെ ഒരു ഷിയേഴ്സ് സെറ്റ് ചെയ്യണം. ഷിയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഗ്ലാസ് ബ്ലോക്ക് സെറ്റ് ചെയ്യണം. 1 2 3 ബ്ലോക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ചെറിയൊരു പാത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇനി ഷീപ്പിനെ കൊണ്ടുപോയി തള്ളിയിടണം. സോ ഇവിടെ നിന്ന് ഒരു വീറ്റ് എടുക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ വീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീറ്റ് കാണിച്ചിട്ട് നമ്മുടെ ഷീപ്പിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി തള്ളിയിടണം. അതായത് ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഗ്ലാസ് തൽക്കാലം പൊട്ടിക്കാം കേട്ടോ. ഇങ്ങോട്ടോടാ. ഓക്കെ, എന്നിട്ട് ഇതിനെ തള്ളി
അങ്ങോട്ട് കയറ്റണം. പോട്ടെ റൈറ്റ്. പോ ഏ പോട്ടെ റൈറ്റ്. പോട്ടെ ഓടങ്ങോട്ട്. പോ എന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്യണം. കുറച്ചുകൂടി അങ്ങോട്ട് പോട്ടെ. ഓക്കെ, എന്തായാലും നമ്മൾ ഷീപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഷീപ്പിൻ്റെ ഫാം വർക്ക് ചെയ്യാൻ ഒരു ഷീപ്പ് മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഷീപ്പിന് ഉണ്ടെങ്കിൽ നമുക്കിത് വർക്കാവും. അല്ലെങ്കിൽ നമ്മുടെ ഒരു പാത്തും കാര്യങ്ങളും പൊട്ടിച്ച് കളയാം കേട്ടോ. ഫുള്ളും ക്ലിയർ ചെയ്തേക്കാം. വർക്കാവുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം ഷീപ്പ് പുല്ല് കഴിക്കണം കേട്ടോ, എന്നാലേ സംഭവം വർക്കാവുള്ളൂ. ഓക്കെ, സംഭവം സെറ്റായിരിക്കുകയാണ്, വർക്കായിരിക്കുകയാണ് കേട്ടോ. ഒരു ബൂളും കാര്യങ്ങളും എത്തിയോ നോക്കട്ടെ. ഏത് ബൂളാന്ന് നോക്കട്ടെ ഫസ്റ്റ്. ഓക്കെ, ബ്രൗൺ ആട്ടോ, ബ്രൗൺ ബൂളാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഷീപ്പ് ഫാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തിയുള്ള ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.